12-ാം അധ്യായം 1-2 വാക്യം. ആകയാൽ നാം സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. ഈ വചനം നമുക്ക് അനുഗ്രഹമായി തരേണ്ടതായിട്ട് എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന മകൻ സ്നേഹത്തിനായി ഈ രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി സമയത്ത് ദൈവമേ ഞങ്ങളായിരിക്കുമ്പോൾ വചനത്താലും നിങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരായിട്ടല്ല, കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, ചെയ്യുന്നവരായി മാറ്റി ബലപ്പെടുത്തുന്നു. ഇതാ നിന്റെ വായി എന്റെ വചനത്തെ തീയും ജനത്തെ വിറകുമാകും എന്ന് യിരെമ്യാവിനോട് കൽപ്പിച്ചതുപോലെ വചനമാകുന്ന തീ ജനഹൃദയമാകുന്ന വിറകിലേക്ക് എത്തിച്ചേരുവാൻ കത്തി അമരേണ്ടത് അടിയേണ്ടത് അടിയുവാൻ ജ്വലിച്ച് പ്രകാശിക്കേണ്ടത് പ്രകാശിച്ചു വരുവാൻ ഈ രാത്രികാലത്തെ ശുശ്രൂഷ മുഖാന്തരം സ്വർഗമേ അവിടുന്ന് സഹായിക്കണമേ. അനിഷ്ടനും മനസ്സും തകർന്നവരും എന്റെ വചനത്തിൽ നിറയ്ക്കുന്നവരുമായവനെ കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ. പുഷ്ടിഭോജനം കഴിച്ച് പൊതിക്കുവാൻ ഈ രാത്രികാലങ്ങളെ ഒരുക്കണമേ. ഹൃദയം സൂക്ഷിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രാത്രി കേൾക്കണമേ. ഹല്ലേലൂയ. ഈ രാത്രികാലം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും നമ്മെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവ ശുശ്രൂഷകന്മാർക്കും പ്രത്യേകമായ സ്നേഹബന്ധത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട ആ വചനത്തിൽ കൂടെ അല്പസമയം വളരെ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന അതിന് പലപ്പോഴും തെറ്റായ മാനമുണ്ടോ എന്ന് എനിക്ക് ഒരു ചിന്തയുണ്ട്. ഉപവാസത്തിൽ കൂടെ ദൈവത്തിന്റെ മൈൻഡിനെ മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം യഹോവ പറയുന്നത് അവന് ഗതിബലത്താലുള്ള ആചാരമൊന്നുമില്ല. ദൈവം തമ്മിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമാണ്. In him there is no variableness, no shade of a shadow changing. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന മാറുന്ന ഒരു ദൈവമല്ല. ദൈവം തമ്മിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ദൈവജനത്തിനു വേണ്ടി ദൈവം എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം തമ്മിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ക്രൂസിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് തന്നെ അതിന്റെ ഗ്രീക്കിൽ ടെറ്റനസ്റ്റായി എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് ഭൗതിക ആത്മീയമായി എന്തൊക്കെ മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം യേശു തന്റെ ക്രൂസിലെ ദൗത്യത്താൽ നിറവേറ്റി കഴിഞ്ഞു. ആ സയന്റിഫിക് വർക്ക്, ആ ലക്ഷണീയ വേല ഇനി അതിന് ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഇന്ന് കർത്താവ് ചെയ്യുന്നത് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി കർത്താവ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടെ ചെയ്യപ്പെട്ടാണ്. ദൈവത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ദൈവം നമ്മളെ ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാനില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞു, പൂർത്തിയായി. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അല്ല പെട്ടിരിക്കുന്നത്. കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷപ്പെടാൻ
ബലപ്പെടണം. രോഗശാന്തി എന്ന് പറയുന്നത് പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? 91-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ അടുത്ത കാലം വരെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഒന്ന് വായിക്കട്ടെ. 91-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കണം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന് ചെയ്യുന്നവൻ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ആസകലമായ മഹാമാരിയിൽ നിന്നും. ഈ മഹാമാരി എന്ന് ഞാൻ വിചാരിച്ചത് മാരി എന്ന് പറഞ്ഞാൽ മഴയല്ലേ. അപ്പൊ മഹാമാരി എന്ന് പറഞ്ഞാൽ വലിയ മഴ, പേരുമഴ. അത് മഴയല്ല. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡെഡ്ലി പെസ്റ്റിലൻസ്, നോയിസം ഡിസീസസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. കോലാഹലമുണ്ടാക്കുന്ന പകർച്ചവ്യാധികൾ, മാരകമായ പകർച്ചവ്യാധികൾ. ദൈവത്തിന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്താൽ ഈ കോലാഹലം ഉണ്ടാകുന്ന പന്നിപ്പനി ഉണ്ടല്ലോ, ഈ കോലാഹലം ഉണ്ടാക്കുന്ന പകർച്ചവ്യാധികൾ, മഹാമാരികൾ, അത് നിന്നെ ബാധിക്കുന്നില്ല പോലും. അത് പ്രാപിക്കാൻ ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായാൽ അല്ല ദൈവത്തിന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അവന് ഒരു പേരും മനസ്സിലില്ല, ഒരു മാറ്റത്തിന്റെ കണികയും വേദവസത്തിലില്ല. ദൈവം ദൈവമാണ്, ദൈവമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതിനോടൊരു വ്യത്യാസമുണ്ട്. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർത്താൽ ഈ രോഗങ്ങളൊന്നും നിന്നെ ബാധിക്കുന്നില്ല പോലെ. ചെങ്കണ്ണ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അയ്യോ ചെങ്കണ്ണ അടുത്തൊക്കെ ഉണ്ട്, അനുമോ എന്തോ നോക്കണം. ഇതേപോലുള്ള കാര്യങ്ങൾ നാം തന്നെ ബലം പ്രാപിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന പഴയ നിയമത്തിൽ തന്നെ പറയുമ്പോൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, അഴിപ്പിക്കുകയല്ല. നല്ല കൃപയുണ്ടായെന്നും പറയപ്പെടുന്ന ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി ബന്ധനങ്ങളെ അഴിപ്പിക്കുന്ന പാസീവ് വർക്കല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഴിക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ 1-ാമത്തെ സ്റ്റെപ്പിൽ തന്നെ പറയുന്നത് ഈ പ്രക്രിയ പാസീവല്ല, വേറെ ചെയ്യേണ്ടതല്ല. നല്ല ദൈവദാസന്മാരെ കൃപയുള്ളവരെ വിളിച്ചു വരുത്തി ഈ നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി അതൊന്നുമല്ല. നാം വെച്ചതാണെങ്കിൽ സ്വന്തം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഈ അന്യായ ബന്ധനം എന്ന് പറയുന്നത് രോഗബന്ധനം എന്ന് ഒരു ദിവസം പറയുന്നുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുന്നത് ഈ ബന്ധം ആർക്കെങ്കിലും ഇതിനെ അന്യായ ബന്ധനം എന്ന് പറയാൻ കാരണം ഈ ബന്ധനം ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ന്യായമല്ലാതെ കയറി വരുന്ന സാഹചര്യം ഇതിനടിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം തന്നെ പ്രാർത്ഥിച്ച് എന്തു വന്നാലും അങ്ങനെ അടിക്കുമ്പോൾ പിശാച് ലജ്ജിച്ചു പോകും. രോഗങ്ങൾ വരുമ്പോൾ മരുന്നിലേക്കും വൈദ്യന്മാരിലേക്കും പോയാൽ പിശാച് ജനമെടുക്കും. പിശാച് പറയാൻ കൊള്ളാം, ഇത് തരും, ഇത് തന്നെ വേണം. എന്നാൽ രോഗങ്ങൾ വരുമ്പോൾ ശരീരം തമ്മിൽ ധൈര്യപ്പെട്ട് ഉപാദനത്തിൽ ശക്തിപ്പെട്ട് അവ എതിർക്കുന്ന പിശാചിനോടുള്ള ഒരു ആയുധമെന്നാണ് ദിവസം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചത് 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ലഭിപ്പി. എത്ര കടുത്ത വാക്കാണെന്ന് അറിയാമോ? ഒരു അഴകുടഞ്ഞ ഒരു എലിഫിഷ് മോഡലുള്ള ക്രിസ്ത്യാനിയായിട്ട് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നില്ല. വളരെ ശക്തമായ നിലയിൽ കർത്താവിൽ ഉള്ള വിശ്വാസം. ഇവിടെ ദൈവാസം പറഞ്ഞല്ലോ, വിശ്വാസത്തിന് ആരോഗ്യമുള്ളവരായി തീരണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ആ ഭാവം അത് തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പി. അത് ആർക്ക് നേരെയുള്ള ആയുധമാണ്? പിശാചിന് നേരെയുള്ള ഒരു ആയുധമാണ്. ഈ കഷ്ടത്തിൽ നിങ്ങൾ സഹിച്ചാൽ, അതിന്റെ മേൽ ജയമെടുത്താൽ പിശാചിന് തോറ്റ് തുന്നമാണ്. എത്ര ഉപവാസം കഴിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും പിന്നെയും പഴയ കുരുടി കഥ
ശക്തരായി തീരണം. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രോഗശാന്തി എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ വച്ചിരിക്കുകയാണ്. അവന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യം വരുന്നു എന്നല്ല ഫ്യൂച്ചറിസ്റ്റിക് ടെൻസിലല്ല പറഞ്ഞിരിക്കുന്നത്, എയറിസ്റ്റിക് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. എയർസ് എന്ന് പറയുന്ന ഒരു ടെൻസ് അത് ഒരിക്കൽ നടന്നു കഴിഞ്ഞു, അത് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ ആ ടെൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ ഗ്രീക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു ടെൻസ് ഉണ്ട്, എയറിസ്റ്റിക് ടെൻസ്. ആ ടെൻസിന്റെ പ്രത്യേകത അതിലൊരു പാസ്റ്റ് ഒരു സ്വഭാവമാണ്, അതേസമയം തുറന്നുകൊണ്ടേയിരിക്കും. അതാണ് എയറിസ്റ്റിക് ടെൻസ്. അവന്റെ അടിപ്പിണരുകാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞു, അത് പ്രാപിക്കാനുള്ളത് പ്രാപിച്ചെടുത്തുകൊണ്ടേയിരിക്കണം. സ്വതന്ത്രം സ്വതന്ത്രം. അതേപോലെ സമാധാനം സമാധാനം. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ സമാധാനത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അധികമായി പറയുന്നില്ലെങ്കിൽ ഞാൻ ഒരു തൊട്ട് തെറ്റ് പറയാം. സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം സമാധാനം ഇല്ലാത്തവരെ കുറിച്ച് സ്വതന്ത്രം എന്താ പറയാ, ഏകദേശം പറയുന്നത് ദുഷ്ടൻ ദുഷ്ടൻ സമാധാനം ഇല്ലാത്തത്. ഒരാൾ പ്രാർത്ഥനയ്ക്ക് വരികയാണ്, എന്റെ ദൈവദാസ എന്റെ കാര്യം അതാ, അയ്യോ എന്റെ ഭർത്താവ് കുടിയനാണ് വെറിയനാണ്, എനിക്ക് ഒരു സമാധാനം തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ ദൈവദാസൻ വിചാരിക്കും അയ്യോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കണ്ണുനീരോട് പ്രാർത്ഥിക്കും. പക്ഷേ ഏകദിവസത്തിന് വെളിച്ചത്തിൽ അവൾക്കൊരു അടി കൊടുത്ത് ആട്ടി വായിക്കേണ്ടതാണ്. ഇനിയുടെ പുസ്തകത്തിൽ കേട്ടിട്ടുണ്ടാവില്ലേ? വേദപുസ്തകം പറയുന്നു സമാധാനത്തിന്റെ എല്ലാ വകുപ്പും ദൈവം തന്നെ ചോദിക്കുക. ദൈവത്തിന് സമാധാനം ഞാൻ നിനക്ക് തന്നിച്ചു വന്നു. ഡിസൈബിൾസ് ആയിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കുന്ന ആരുണ്ടോ അവർക്ക് സമാധാനം തന്നിച്ചു പോയിരിക്കുന്നു. ഇനി അത് സമാധാനത്തിന്റെ കോടിക്കണക്കിന് ടൺ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്തോ കോടിക്കണക്കിന് ടൺ സമാധാനം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഏറ്റവും കാർഡ് തന്നിരിക്കുക. ആവശ്യമുള്ളപ്പോൾ പകലാണോ രാത്രിയാണോ ഭർത്താവ് ഭീഷണിപ്പെടുത്തുമ്പോഴാണോ പിള്ളേര് അലങ്കരിച്ചിരിക്കുമ്പോഴാണോ ചുറ്റുപാടുകൾ പക്ഷെ എന്നിട്ടും പറയാം എന്റെ ദിവസം സമാധാനമില്ലേ. പാവപ്പെട്ട നമ്മുടെ വിചാരിക്കും ശരിയാണ്, ഭർത്താവ് കുടിയെന്ന് പറയുകയാണെങ്കിൽ നിനക്കെന്താ ഈ പ്രശ്നം? നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ അതിനെ പറഞ്ഞ് സഹിച്ചു നിൽക്കണം. സഹിച്ചു നിന്നാൽ കൂടെ വാഴും. സമാധാനം കിട്ടാനുള്ള വഴിയുണ്ട്. ഭർത്താവ് രക്ഷിക്കപ്പെടാനുള്ള മാർഗം നിന്റെ കയ്യിൽ നിർണ്ണയിക്കുന്നത് നമ്മുടെ ഒരാൾ വചനം അനുസരിക്കാത്ത പക്ഷം വചനത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ചേർന്ന് ഒരുപാട് ഇടയാകൊണ്ട് ദേവസ്വം പറഞ്ഞിരിക്കുമ്പോൾ ഉള്ള തീർത്ഥാടന സമയങ്ങളിൽ എല്ലാം പോകുന്നത് പോലെ കാണുന്നവരോടൊക്കെ പറയാ, ദേവദാസന്മാരും ദേവദാസന്മാരെന്നുള്ള അമ്മയും ആ മൂന്ന് പേരിട്ടവരോടൊക്കെ പറയുകയാണ് പ്രാർത്ഥിക്കണം, കുടിയനാണ് വെറിയനാണ് അതൊക്കെ പ്രാവശ്യമാകും. അപ്പോൾ വിശാലം അവിടെ പറയുന്ന ഇതെന്നെ പറയണം, ഇതെന്നെ വേണം. സമാധാനം കിട്ടാൻ വളരെ സിമ്പിൾ വേഗത്താവ് പറഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിൾ. കാരണം സമാധാനം തന്നയിച്ചു പോയിരിക്കുക. സമാധാനം പ്രാപിക്കാനുള്ള വളരെ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ മാർഗം അവർ അറിഞ്ഞിരുന്നില്ല. അതിന്റെ കുഴപ്പമില്ല, നമ്മൾ അറിയുന്നില്ല. യെരൂശലേമിൽ നോക്കി, യെരൂശലേം എന്ന വാക്കിനർത്ഥം സമാധാനത്തിന്റെ